ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോനറ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് 250 ഗ്രാം. അതേപോലെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാലും വെള്ളവും ചേർത്ത മിക്സാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് പാൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം മാത്രം ചേർത്തിട്ടും ചെയ്യാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മൈദയിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയും പാലും വെള്ളവും ചേർത്ത മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു മുട്ടയുടെ മിക്സ് ഈ ഒരു മൈദക്ക് കറക്റ്റായിട്ടുള്ള അളവാണ്. അപ്പോൾ ചില മൈദയുടെ വ്യത്യാസം കൊണ്ട് ഇതിൻ്റെ അളവിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയിരിക്കും. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 25 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ബീറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടും. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഓരോന്നും 35 ഗ്രാം വീതമുള്ള ബോൾസാക്കിയാണ് മാറ്റിയിട്ടുള്ളത്. അതിനുശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, കയ്യിൽ വെച്ച് ചെയ്താലും മതി. അങ്ങനെ എല്ലാ ബോൾസും ഇവിടെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം ഇതേപോലെ നടുവിൽ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ സിമ്മിലിട്ടിട്ട് ചെറിയ ചൂടിലായിരിക്കണം ഫ്രൈ ചെയ്യാൻ എടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു സൈഡ് ഇതേപോലെ ഗോൾഡൻ യെല്ലോ കളർ ആയിക്കഴിഞ്ഞാൽ മറ്റേ സൈഡും അതേപോലെ തന്നെ ആ ഒരു കളറാകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. കൂടുതൽ പ്രാവശ്യം തിരിച്ചും മറിച്ചിടാതെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോനറ്റാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡോനറ്റാണ്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.